ഹായ് ഹലോ നമുക്കിന്നൊരു ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടി സവാള, മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, ബ്രെഡ് പൊടിച്ചത്, ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത്, മുട്ട, ചിക്കൻ വേവിച്ചത് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്കൊരു ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കാം. ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ഈ കൂട്ടെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നന്നായി വഴട്ടാം. നന്നായി വഴണ്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നത് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഉപ്പ് ചേർത്ത് വേവിച്ചതായതുകൊണ്ട് ഉപ്പ് എപ്പോഴും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം വെന്ത സാധനങ്ങളായതുകൊണ്ട് ഇത്രയും നേരം ഇളക്കിയത് മതി. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് വറുത്ത് കോരാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കട്ട്ലറ്റ് ഓരോന്നും മുട്ടയിൽ മുക്കണം. മുട്ടയിൽ മുക്കിയ ശേഷം ബ്രെഡിനകത്ത് മൂടിയെടുക്കണം. ബ്രെഡ് പൊടിയിൽ മൂടിയെടുക്കണം. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കുക്കായ സാധനം ആയതുകൊണ്ട് ചെറിയ തീയിൽ വറുത്ത് കോരിയെടുക്കാം. ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം. ബ്രൗൺ നിറമാകുമ്പോൾ കോരിയെടുക്കാം. നല്ല ബ്രൗൺ ആയില്ല, ഇത്തിരി കൂടെ ബ്രൗൺ ആവാനുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നും മുക്കി പൊരിച്ചെടുക്കാം. ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ബ്രെഡ് പൊടിച്ചെടുത്തതാണിത്. സ്നാക്സ് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം. നല്ലൊരു പലഹാരമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചിക്കൻ ചേർത്തുണ്ടാക്കുമ്പോൾ എന്തായാലും നല്ല രുചിയാണെന്ന് അറിയാമല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും കണ്ടോളൂ. അടിപൊളി ചിക്കൻ കട്ട്ലറ്റ്. ഇത് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം, അല്ലാതെയും വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കൂട്ടുകാരെ, എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. കണ്ടില്ലേ നല്ല മുരുമുരാന്നിരിക്കുന്നത്? അടിപൊളിയാണിത്. ഇതേ നോക്കിയേ. അപ്പോൾ അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും തരണേ. ടാറ്റാ, ബൈ ബൈ.